വിദ്യാഭ്യാസപരമായി ഏറെ നിൽക്കുന്ന സംസ്ഥാനമാണെങ്കിലും മയക്കുമരുന്നിന്റെ വ്യാപനം ഇന്ന് ഭയാശങ്കയോടുകൂടി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളെല്ലാം തന്നെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ വിനിമയം വലിയ തോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ നടുവിലാണ് നാം ഈ ദിനം ഇന്ന് ആചരിക്കുന്നത്. സാമ്പത്തിക ഉണ്ടാക്കി പുതിയ തലമുറയെ ഈ കൊടും പാതകത്തിലേക്ക് തള്ളിവിടുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് രാജ്യമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ചെറുക്കുവാൻ, ഇതിനെ തടയുവാൻ, ഇതിനെ നിയന്ത്രിക്കുവാൻ വിദ്യാർത്ഥി സമൂഹത്തിനാണ് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാനുള്ളത്. നമ്മുടെ വിദ്യാലയങ്ങളിലും സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നടന്ന ഇത്തരം പ്രവർത്തനങ്ങളെ തടയുവാൻ വിദ്യാർത്ഥികൾ തന്നെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇത്തരം ചെയ്തികളെ അറിയിക്കേണ്ടവരെ യഥാസമയം അറിയിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായിട്ടാണ് ജൂൺ 26 ആചരിക്കുന്നത്. The evidence is clear. Invest in prevention എന്നതാണ്. പ്രതിരോധിക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഇത് മുമ്പേ ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ മഹാവിപത്തിനെ ചെറുക്കുന്നതിൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാനാവും തുടങ്ങിയ കാര്യങ്ങൾ ലളിതമായി വിശദീകരിക്കുന്നതാണ്. ലഹരിക്കെതിരായിട്ടുള്ള പ്രതിരോധ സമിതിയുടെ ജനകീയ പ്രതിരോധ സമിതിക്ക് സംസ്ഥാന തലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. പിന്നെ ജില്ലാ തലത്തിലുണ്ട്, തദ്ദേശ സ്ഥാപന തലത്തിലുണ്ട്, ഓരോ വാർഡ് തലത്തിലും വാർഡ് മെമ്പർമാരുണ്ട്. മാത്രമല്ല ഓരോ വിദ്യാലയ തലത്തിലും ഈ പ്രതിരോധ സമിതികളുണ്ട്. അപ്പൊ കവചമൊരുക്കുന്നത്, കരുതൽ കാണിക്കുന്നത് ജനങ്ങളാകെ ചേർന്നാണ്. ജനപ്രതിനിധികളാകെ അതിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടാണ്. കാരണം അത്ര ഗുരുതരമായ വിപത്തായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. മയക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയാലുള്ള പ്രശ്നം അത് ബ്രെയിനിലുണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്, കെമിക്കലായിട്ടുള്ള മാറ്റങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ പെരുമാറ്റത്തെ, നിങ്ങളുടെ ചിന്തയെ ഒന്നിന്റെ മുകളിലും നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവില്ല. അതുകൊണ്ട് ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതി വരും. ഏത് സാഹചര്യവും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതി വരും. പ്രധാന കാരണം ഈ ലഹരിക്ക് അടിമപ്പെട്ട് നിങ്ങൾ അല്ലെങ്കിൽ അടിമപ്പെട്ടവർ വിവേചന ബുദ്ധിയില്ലാത്തവരായിട്ട് മാറുന്നു എന്നതാണ്. അതുകൊണ്ട് ഇതിന് അകപ്പെടാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.